ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നൊരു ഫ്രീ ഡേ ആണ്. ദേവി, നമ്മളെന്താ ചെയ്യാൻ പോണേ? മന്തി മന്തി ഉണ്ടാക്കാൻ പോകും. അതെ ഗായ്സ്, നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നു. സോ ഫസ്റ്റ് അതിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നയാ, പക്ഷെ നോ പാർക്കിംഗ്. അപ്പൊ പാർക്കിംഗ് നോക്കിട്ട് വരാം. അങ്ങനെ ദേ ഇവിടെ പാർക്ക് ചെയ്തു. നമ്മള് വെജീസ് ഒക്കെ വാങ്ങി. ദേ ഇനി ചിക്കൻ വാങ്ങണം. സോ ലെറ്റ്സ് ബൈ ചിക്കൻ. ഗൈസ്, ഫുൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, നിങ്ങളുടെ വൈഫ് ഇത്ര ടാലന്റഡ് ആണോ? കമന്റ് ഇടൂ. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യണം. അപ്പൊ അതിനാദ്യം ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്. ഹോം റെസിപ്പി ആണോ? കുറച്ചോളാണ്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്, സൺഫ്ലവർ. Hey guys, ഒരു ഹെൽത്തി മയം നമുക്ക് ചെയ്യാം. നീവി പ്രിപ്പറേഷൻ പറഞ്ഞു തരുവേ. ആദ്യം നമുക്ക് ബോയിൽഡ് എഗ് മിക്സിയിലോട്ട് ഇടാം. പിന്നെ കുറച്ച് ഗാർലിക് ആഡ് ചെയ്തു. കുറച്ച് പെപ്പർ, കുറച്ച് ചില്ലി പൗഡർ, ഇനി സോൾട്ട് ആഡ് ചെയ്യണം. കുറച്ച് വിനെഗർ, കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഗൈസ്, ഇത് ഹെൽത്തി ആണ്. പിന്നെ ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യും. നമ്മുടെ ഹെൽത്തി മയോ റെഡി ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് ടെക്സ്ചർ ഉണ്ടോ? ഹെൽത്തി. ദേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ മന്തി ദേവി റെഡി ആവുന്നു. കളറൊക്കെ ഉള്ളാട്ടോ, അടിപൊളിയാ. ഓപ്പൺ ചെയ്യണേ. ദമ്മൊക്കെ ചെയ്ത് കണ്ടിട്ട് ബിരിയാണി ലുക്കുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ബിരിയാണിയാണോ കുഴിമന്തിയാണോ. ഫൈനലി മന്തി റെഡി ആയതുകൊണ്ട് നമ്മുടെ ഹെൽത്തിമാര് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ലുക്കും ടേസ്റ്റും ഉണ്ട്. ഉണ്ടല്ലേ? ടേസ്റ്റ് ചെയ്തായിരുന്നോ? ഓക്കെ, താൻ തന്നെ ആദ്യം കഴിച്ച് ഉണ്ടെന്ന് നോക്കാമല്ലോ. ഞാനൊന്ന് കഴിച്ചോട്ടെ ഗൈസ്, ഇങ്ങോട്ട് നോക്കാം. കൊള്ളാം. ഇങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. അല്ല, മസാല ശകലം കുറവ്. ഫസ്റ്റ് ടൈം അല്ലേ, അന്നേരം പിന്നെ കുഴപ്പമില്ല. ഇവിടെ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ സൂപ്പറാണ്. മന്തി കഴിച്ച് കഴിഞ്ഞപ്പോ ഗൈസ് ഭയങ്കര ക്ഷീണം. കിടന്നാ ഉറങ്ങും. എന്നാ പിന്നെ അഴീക്കൽ ബീച്ച് വരെ ഒന്ന് വന്നു കഴിച്ച് ഐസ്ക്രീം കഴിക്കണം. ഒന്നുകൂടെ ഒരാൾക്ക് ഒന്ന് ഐസ്ക്രീമും കഴിക്കാം. അപ്പം അഴീക്കൽ ബീച്ച്. ഗൈസ്, ഇത് നമ്മൾ വാനില ആൻഡ് ബട്ടർ സ്കോച്ച് പോവാം. ഐ ലവ് യൂണിവേഴ്സ്. ഭയങ്കര തരം. യൂഷ്വലി ഈ കടൽ ഇത്രയും ഇല്ലല്ലോ അല്ലേ? ബാക്കിലോട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വന്നു കേട്ടോ. അത് മഴയാവുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം കൂടുതൽ നല്ല സ്ഥലം. മഴ, ഐസ്ക്രീം നല്ലല്ലേ? അല്ലേ? അതെ. യെസ് യെസ്. വാനില. ഗൈസ്, അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ്. മഴയൊക്കെ മാറിയിട്ട് വെയിലായി, പെട്ടെന്ന് വെയിലായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചു പോവാ. പക്ഷെ ഈ ഒരു സംഗതി ആ കടയിൽ കണ്ടപ്പോ വാങ്ങിയതാണ്. എന്താ സംഗതി എന്ന് അറിയത്തില്ല. ബദാം ഷേക്ക്. ബദാം ഷേക്ക് എന്ന് ആന്റി പറഞ്ഞത്.
ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓ ഫൈൻ. ഓ സ്റ്റേ. ഓൾവേസ് യു. കളോ ഞാനോടൊന്ന് ട്രൈ ചെയ്യട്ടെ. തന്നെ അമൂലിന്റെ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ക്ലൈമറ്റ് ആട്ടോ ഇഷ്ടം. വെയിലൊന്നും ഇല്ലാതെ ഒരു നോർമൽ തണുപ്പും അടിപൊളിയല്ലേ. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. കുടിച്ചോ ഇറ്റ്സ് ഓക്കെ. എവിടാ പോന്നെ? ചുമ്മാ ഒരു ട്രൈ. ബോറായിരുന്നു വീട്ടിൽ. കഴിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം അല്ലേ. പിന്നെ നമ്മള് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തു, ഒന്ന് ഫ്രഷ് ആയി. പിന്നെ ദേ നോക്ക്, അതുണ്ടോ മഴക്കോള് കണ്ടോ? മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര മഴക്കോള്. നമ്മള് പിന്നെയും ചുമ്മാ ഒന്ന് കറങ്ങാറായി അല്ലേ. എന്തെങ്കിലും വാങ്ങാട്ടോ? ഉണ്ട്, എന്താ? കുറച്ച് ഷോപ്പിംഗ് പരിപാടീസ് ഉണ്ട്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ട്രെൻഡ്സിൽ വന്ന് എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാം. സം സെയിൽ ബൈ വൺ ഗെറ്റ് ടു ഓഫർ ഉണ്ട്. നോക്കാം അല്ലേ. എന്താ സെലക്ട് ചെയ്തേ? ക്രൗൺ അല്ല, ക്രൗൺ അല്ല, ഗൗൺ. സോറി, ഗൗൺ പോലത്തെ സാധനം. പിന്നെ എന്താ അത്? ഒരു കോട്ട് സെറ്റ്, ഒരു ലെമൺ ഡിസൈൻ. കളക്ഷൻ ഉണ്ടോ? അവര് അത്യാവശ്യം ഡീസന്റ് കളക്ഷൻ ഉണ്ട് കേട്ടോ. കുറെ നല്ല, കുഴപ്പമില്ല, അത്ര പ്രൈസിങ് അല്ലേ ഉള്ളൂ. കളാം. പോസ്റ്റാണ് ഗൈസ്. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ ഷോപ്പിങ്ങിന് വന്ന ഇതാണുള്ള അവസ്ഥ. നമ്മൾ ബോയ്സ് എപ്പോഴും പോസ്റ്റ് ആയിരിക്കും. ഗൈസ് ആ ഒരു ലോഡും കൊണ്ട് പോയിട്ട് ആകെ സെലക്ട് ചെയ്ത് ഇതാ. ഓക്കെ, അങ്ങനെ ഇപ്പം മെൻസിലോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ കളക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അല്ലേ ചെക്ക് ചെയ്യാം അല്ലേ. നോക്കാം വല്ല ഇഷ്ടപ്പെടുവാണോ. എനിക്ക് ട്രെൻഡ്സിൽ ഷർട്ടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. മെൻസിന് പോലെ എല്ലാം ഒരു പ്ലെയിൻ ഷർട്ട് നമുക്ക് വേറെ ഇങ്ങനുണ്ട്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇടിക്കട്ടെ അല്ലേ. നമ്മൾ പർച്ചേസ് ചെയ്തു. സന്തോഷത്തിന് വേണ്ടിയാണോ? എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ഉണ്ടോ? എന്താ ഭാര്യ സന്തോഷത്തിന് വേണ്ടി. ഒരു ദിവസം തീരണമെങ്കിൽ എന്തൊക്കെ കേൾക്കണം. ഫൈനലി നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. എന്താടോ ബില്ല് ചെക്ക് ചെയ്യാ? 1198 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ. സോ ഗൈസ്, അത്രയും രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇനി നെക്സ്റ്റ് എൻ്റെ ഒരു അളിയനുണ്ട് ഇവിടെ അടുത്ത്. അളിയനെന്നാ ബ്രദർ, ലെറ്റ്സ് മീറ്റ് ഹിം. അളിയനെ കാണാൻ പറ്റില്ല. അളിയൻ ഓഫീസിൽ എന്നാ പിന്നെ ബേക്കറിയിൽ വരാം. ബ്രൂസിയിൽ വന്ന് ചേട്ടാ എള്ളും ഇടിച്ചെല്ലുണ്ടോ? ഉണ്ടല്ലോ. എന്തോ ഇടിച്ചെല്ലുണ്ടോ ഇല്ലയോ ചോദിച്ചേ? ഇടിച്ചുണ്ട്. അത് തന്നെ അത് നമ്മൾ ഇപ്പൊ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പുറത്തെ ഷോപ്പ് ഉണ്ടോ ചോദിച്ചാൽ. അത് എക്സ്പയറി എങ്ങനെയാ? എത്ര ദിവസം ഉണ്ട്? അതോ 10 ദിവസം അല്ലേ? ഓ അത് വേണ്ട.
കുറച്ചുകൂടെ എക്സ്പയറി ഉള്ളത്. അല്ല ഇത് പുറത്ത് കൊടുത്തു വിടാനാ, സോ കുറച്ചുകൂടെ എക്സ്പയറി വേണം. ഇതോ? ആ അതെ, ഇതുണ്ടോ? അതായിരിക്കും ഇത് വാങ്ങി ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇനി ഒന്നും ഇല്ലല്ലോ. ഡൺ. ഡൺ. ആ നോക്കാം. അങ്ങനെ ടുഡേയ്സ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.